ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വീഡിയോ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മളെ ഈ കലങ്ങിയ ഈ വെള്ളം ഇതിനെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ആക്കി മാറ്റുന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ അരിച്ചെടുക്കണം. ഈ അരിക്കുന്നത് വേണം നമുക്ക്, അതേപോലെ തന്നെയാണ് അരിച്ച് മാറ്റുന്ന ചരളായിട്ട് വരുന്നത് നമുക്ക് വേണം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാണാൻ കഴിയും, നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്കിപ്പം വരുന്നത്, കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ആ ചരളും കൂടി കഴുകിയെടുക്കാം. ഇപ്പം കണ്ടല്ലോ, നമുക്ക് മറ്റതുപോലെ നമുക്ക് തെളിഞ്ഞ രീതിയിൽ ഈ വെള്ളവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് തോരാൻ വയ്ക്കണം. കാരണം വെച്ചാൽ ഇരിക്കുന്ന ഈർപ്പത്തിൻ്റെ അംശം കുറച്ച് പോകാൻ വേണ്ടിയാണ്. കുറച്ച് കരി നമ്മളിത് പൊടിച്ച്, ഒരുപാട് ഇത്രയൊന്നും വേണ്ട, ഞാൻ കുറച്ചെടുത്തതാണ്. ഓക്കെ, നമ്മൾ പൊടിച്ച് അപ്പോൾ ഇത്രയും നമുക്ക് കുറച്ച് മതിയാവും. ഓക്കെ, ഇതേപോലത്തെ 2 ബോട്ടിൽ, നമ്മളിപ്പോൾ മിനറൽ വാട്ടറിൻ്റെ 2 ബോട്ടിലായാൽ കുഴപ്പമില്ല. വേണം നമുക്ക് നോക്കാം. ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വേറെ ബോട്ടിൽ എടുക്കുമ്പം അതിൻ്റെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗത്താണ് കട്ട് ചെയ്യേണ്ടത്, മേഖല ഭാഗത്ത്. ഓക്കെ, ഉണ്ടല്ലോ, ഈ മാതിരി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇങ്ങനെയാണ് ഇത് നമുക്ക് വെക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അപ്പോൾ ശരി, നമുക്കിനി നോക്കാം. ഇതിപ്പോൾ ടിഷ്യൂ പേപ്പറാണ്. ഇത് ഞാൻ ഏറ്റവും ഉള്ളിലായിട്ട് ഈ ടിഷ്യൂ പേപ്പറാണ് ആദ്യം വെക്കുന്നത്. നമുക്ക് നോക്കാം. ചെറിയ പീസ് കൂടി ഇതിനുള്ളിലേക്ക് വെക്കുകയാണ്. നമ്മൾ ആദ്യം വെച്ചതെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറാണ് അതിനുള്ളിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. അരി പൊടിച്ച് വെച്ചിരിക്കുന്നതിന് നമ്മൾ ഇതിനകത്തേക്ക് ഇടണം. ഒരു ലെയർ വരണ കണക്കാക്കി നമുക്ക് ഇടണം. നമ്മള് മണല്, നമ്മൾ ആ തരി മണല് നമ്മൾ കഴുകിയെടുത്തതിനെ ഇതിനകത്തേക്ക് ഇടുക. അതും അതേപോലെ ഒരു ലെയർ വരണം. കാരണം ഇത് ശുദ്ധീകരിക്കാൻ, വെള്ളം ശുദ്ധീകരിച്ച് വരാൻ വേണ്ടി ഓരോ ഫിൽറ്ററിന്റെ പ്രവർത്തനമാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ലെയർ ഉണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് കറക്റ്റായിട്ട് നമുക്കത് ശുദ്ധീകരിച്ച് ശുദ്ധമായിട്ടുള്ള ജലം കിട്ടും. ഇനി നമ്മൾ ഇടേണ്ടതെന്ന് വെച്ചാൽ കുറച്ച്, അതായത് അധികമായിട്ട് വേണ്ട, കുറച്ച് പരൽ, അതായത് നമ്മൾ
കട്ടിയുള്ള പരലായിട്ടുള്ള കുറച്ച് മണ്ണ് ഏറ്റവും ടോപ്പിൽ. അതൊരു ചെറിയ ലെയർ മതിയാവും. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടതായിട്ടുള്ളത്. ഒന്ന്, നമ്മൾ ടിഷ്യൂ പേപ്പർ ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ മേളിൽ നമ്മൾ അതിന്റെ മേളിൽ തരി അരിച്ച മണൽ കഴുകിയത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളിപ്പോൾ വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പരലുള്ള മണലാണ് നമ്മളിപ്പോൾ വെച്ചത്. ശരി, അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ വെള്ളം നമുക്ക് ഒഴിക്കാം. നമുക്ക് കാണാൻ കഴിയും, കാരണം ഇതിനകത്ത് വെള്ളം ശുദ്ധിയായിട്ട് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. നല്ല തെളിഞ്ഞ വെള്ളം വരുന്നത് കണ്ടല്ലോ, ശുദ്ധമായിട്ട് നമുക്ക് വരുന്നത് അറിയാൻ പറ്റുന്നുണ്ട്, തുള്ളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം 1 മണിക്കൂർ ടൈം നമുക്ക് വേണ്ടി വരും. ഇത് നമുക്ക് എടുത്ത് നോക്കാം. കണ്ടല്ലോ, ശുദ്ധമായിട്ടുള്ള നല്ല ശുദ്ധീകരിച്ച വെള്ളം കിട്ടിക്കൊണ്ട് അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 1 മണിക്കൂർ നമ്മൾ ടൈം മാത്രമേ നമുക്കിത് ഈ ഒരു രീതിയിൽ ടൈം ഫിൽറ്ററായി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കുടിച്ചു നോക്കാം അല്ലേ. ശരി, അപ്പോൾ ഞാനിപ്പം ഫിൽറ്റർ ചെയ്ത് ശുദ്ധീകരിച്ച വെള്ളം നമുക്ക് കുടിച്ചു നോക്കാം. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഈ രീതിയിൽ നമുക്ക് വെള്ളം ശുദ്ധീകരിച്ചെടുക്കാനുള്ള സംഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ നമ്മൾ കാണാം. ബൈ.